ഉൾപ്പെടെ 4 മക്കളാണ്. പക്ഷേ എൻ്റെ അമ്മാമ്മയുടെയൊക്കെ ഒരു വൃത്തി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അമ്മയിരുന്ന് എപ്പോഴും പറയും. അപ്പോൾ ഇത്രയും മക്കളെ നോക്കണം, ആ ഒരു വൃത്തി. എനിക്കപ്പോൾ അമ്മ എപ്പോഴും പറയും, ഈ വൃത്തി കിട്ടിയേക്കുന്ന എൻ്റെ അമ്മാമ്മയുടെ വൃത്തിയാണ് എനിക്ക് കിട്ടിയെന്ന് അമ്മ എപ്പോഴും പറയും കേട്ടോ. അമ്മാമ്മ എന്നെ കണക്കാണ്, എനിക്ക് ഓർമ്മയുണ്ട്. അമ്മാമ്മ എന്നെ കണക്കായി. എവിടെ ഒരിത് കണ്ടോ അപ്പോഴേ അങ്ങ് ഭയങ്കര വൃത്തിയാണ് അമ്മാമ്മയ്ക്ക്. ആ ഒരു വൃത്തിയാണ് എനിക്കും കിട്ടിയേക്കുന്നത്. പിന്നെ നമ്മൾ ഏത് കുഞ്ഞുങ്ങളായാലും കുഞ്ഞുനാൾ മുതലേ പഠിപ്പിക്കുന്ന ചിട്ടകളും കാര്യങ്ങളിലുമായിരിക്കും അവരുടെ ജീവിതം കേട്ടോ. അപ്പോൾ ഓക്കെ, ദാണ്ട നമ്മളെ തുടച്ച് ദാണ്ട ഇവിടം വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മേളത്തെ അവിടെ എല്ലാം ഞാൻ വൃത്തിയാക്കി. ഇനി താഴത്തെ എന്താണ് നമ്മുടെ ഷെൽഫുകളാണ് വൃത്തിയായിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതിനകത്തൊക്കെ നല്ല രീതിയിൽ അഴുക്കുണ്ടായിരുന്നേ. അഴുക്കാവും കാര്യം, നമ്മൾ വാഷ് ബേസിൻ്റെ അവിടെ സിങ്കിൻ്റെ അടുത്ത് നിന്നല്ലേ നമ്മൾക്ക് പാത്രമെല്ലാം കഴുകുന്നത്. അപ്പോൾ എന്തായാലും അവിടെയൊക്കെ വെള്ളവും തെറിച്ചൊക്കെ വീഴും. അപ്പം ഞാൻ മാക്സിമം തെറിച്ച് വീഴാനാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ അവിടെ എല്ലാം നല്ല രീതിയിൽ അഴുക്കുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ നല്ല നമ്മുടെ ഈ സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് സോപ്പിട്ട് നല്ല രീതിയിൽ തുടച്ചെടുക്കും കേട്ടോ. എന്നാലേ നല്ല വൃത്തിയാവത്തുള്ളൂ. നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചെയ്ത് ഞാൻ സത്യം പറഞ്ഞാൽ കുഴഞ്ഞൊരു പരുവായി കേട്ടോ. അപ്പോൾ അടുക്കളയുടെ കംപ്ലീറ്റ് പരിപാടി ഈ കതവും കൂടെ തുടച്ച് തരുമ്പോൾ അടുക്കള ക്ലീനിങ് റെഡിയായെന്ന് പറയാം കേട്ടോ. കതവും കൂടെ തുടച്ച്, ഈ ഒരു കതവും ഉണ്ട്, പിന്നെ നമുക്ക് അടുക്കള വശത്തിൻ്റെ ബാക്ക് സൈഡിലൊരു കതകുണ്ട് കേട്ടോ. അതും കൂടെ തുടയ്ക്കുമ്പോൾ തീരും. ഇപ്പം തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് കൈയൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ പറ്റുന്നില്ല കൂട്ടുകാരെ കേട്ടോ. കൈ ഇല്ലാത്തൊരവസ്ഥയാകുമല്ലോ നമുക്ക്. ആ ഒരു അവസ്ഥയായിട്ടുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ 4 മണി മുതൽ ഈ രാത്രി 7 മണിയായി ഏകദേശം എൻ്റെ പണിയെല്ലാം തീർന്നപ്പോൾ. അത്രയും സമയം കൊണ്ട് ഈ കൈകൾ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയല്ലേ. പക്ഷേ എങ്കിലും ലാസ്റ്റ് നമ്മുടെ അടുക്കള എല്ലായിടും ഒന്ന് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ കഥകളെല്ലാം തുടച്ച് തീർന്ന് അടുത്ത ജോലി എന്ന് പറഞ്ഞാൽ എല്ലായിടവും ഒന്ന് തൂത്ത് വൃത്തിയാക്കുക എന്നതാണ് അടുത്ത ജോലി കേട്ടോ. അപ്പോൾ അമ്മ എല്ലായിടവും തൂത്ത് വൃത്തിയാക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അന്നേരം ഞാൻ അമ്മയടുത്ത് പറഞ്ഞു, ഇവിടെ നമ്മൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളൂ, പിന്നെ എന്തായാലും എല്ലാം വൃത്തിയാക്കിയിടുമ്പം തൂക്കുന്നിടം അഴുക്കാവും, അതുകൊണ്ട് അമ്മ ഇപ്പം തൂക്കണ്ട, ഞാൻ അടുക്കളയെല്ലാം ഒതുക്കി തീർന്ന് ലാസ്റ്റ് തൂത്തോളാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ ജോലികളെല്ലാം ചെയ്ത്